നല്ല രീതിക്ക് സ്ലോ ആണ്. പതുക്കെ മാത്രമേ നിങ്ങൾക്ക് വണ്ടി ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റൂ. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഒരു ബൈക്ക് അല്ലെങ്കിൽ അത് വണ്ടി ആവട്ടെ അതെങ്ങനെ കുറഞ്ഞ ചിലവിൽ മോഡിഫൈ ചെയ്ത് നമുക്ക് ഇറക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഒരു ബൈക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ആൾട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഒന്ന് യുണീക്കാക്കാൻ വേണ്ടി എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷേ എല്ലാവരും അതിനുള്ള ഫണ്ട് കാണുന്നില്ല. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇത്രയും ഒരു മോഡിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്ത് വന്നതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഈ ഒരു മോണോഷോക്ക് തന്നെ ഞാൻ ഇതും എക്സ്പൾസിൻ്റെ കയറ്റി ഹൈറ്റ് ഇപ്പോൾ ബാക്കിൽ നിന്ന് കുറച്ചെല്ലാം നല്ലേക്ക് കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ചാനൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പൾസിൻ്റെ ഷോക്ക് എനിക്ക് അല്ലാതെ വാങ്ങിച്ച് കയറണമെങ്കിൽ പുതിയ 5,000 റുപ്പീസ് ആയതിന്. അപ്പോൾ പഴയ ഷോക്ക് ഞാൻ അയച്ചു മാറ്റി, അതും എനിക്ക് വേസ്റ്റാണ്. ഇതിലിപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ പഴയ ഷോക്ക് കംപ്ലീറ്റ്ലി അടിച്ചു പോയി. അപ്പോൾ എനിക്ക് ഒന്നില്ലെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതൊന്നില്ലെങ്കിൽ മാറി റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റീകണ്ടീഷൻ ചെയ്യുക. റീകണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ തിരക്കിയപ്പോൾ ഏകദേശം ഒരു 1,500 റുപ്പീസ് റേറ്റ് ഉണ്ട്. അതിൻ്റെ പുതിയനാണെങ്കിൽ 3,500 സംതിങ് ആണ് റേറ്റ്. അപ്പോൾ റീകണ്ടീഷൻ ചെയ്യാൻ 1,500 റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ആ ഒരു എക്സ്പെൻസ് എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കടയിൽ ചെന്നപ്പോൾ അവിടെ എക്സ്പൾസിൻ്റെ ഒരു മോണോഷോക്ക് ഇരുന്നത്. അപ്പോൾ ഇത് എനിക്ക് വാങ്ങിക്കാൻ വേണ്ടി സെക്കൻഡ് 2,500 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ മറ്റത് 1,500, ഒരു 1,000 റുപ്പീസ് കൂടെ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു മോഡിഫൈ ചെയ്ത് കുറച്ച് ഹൈറ്റൊക്കെ കൂട്ടി, എനിക്കെല്ലാം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസൊക്കെ കൂട്ടി ഇറക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് പോവുകയാണ് നിങ്ങൾക്ക് ഏകദേശം മെയിൻ്റനൻസിൻ്റെ കോസ്റ്റ് തന്നെ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻസ് ചെയ്ത് വണ്ടി സ്മൂത്തായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സ്പ്രോക്കറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങളെ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ വാങ്ങോട്ടെ തീരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാൻ നേരത്ത് ഒന്ന് വേറെ വണ്ടിയുടെ അല്ല, സെയിം അതിന് ഇടുന്നതായിരിക്കും നല്ലത്. കുറച്ച് ചീത്തുള്ളത് ഇടാൻ പറ്റും. എൻ്റെ NS ഇപ്പോൾ 38 ടീത്തായിരുന്നു സ്റ്റോക്ക് വന്നുകൊടുക്കുന്ന NS-നും AS-നും. അത് ഈ ഒരു സ്പ്രോക്കറ്റ് മാറാൻ നേരത്ത് ഞാൻ RS-ൻ്റെ വാങ്ങിച്ചിട്ട് ഒരു 41 ടീത്ത് ആക്കിയിട്ടുണ്ട്. കുറച്ച് ഇനിഷ്യലും കാര്യങ്ങളൊക്കെ എനിക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാൻ നോർമലായിട്ട് ഇരിക്കുന്നത് കുറച്ച് വ്യത്യാസമായിട്ടായിരിക്കും ഇരിക്കുന്നത്, ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. ഇത് ഞാൻ വാങ്ങിച്ചത് എൻ്റെ അവിടെ ഒരു ക്യാൻ ഉണ്ടായിരുന്നു, ആ ക്യാൻ ബ്രേക്കായി. അപ്പോൾ ഓരോ സാധനം ബ്രേക്ക് ആകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് വേറെ പാർട്ടൊക്കെ കയറ്റിയാണ് വണ്ടി ഇപ്പോൾ ഈ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്നത്. ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നമൊന്നുമില്ല. ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് ഒരുപാട് സ്ലോ ആയിരിക്കും. കാരണം പതുക്കെ നിങ്ങൾക്ക് മാറ്റി വരത്തുള്ളൂ. മറ്റൊരു കണക്ക് ഒറ്റ ദിവസം പെട്ടെന്ന് പണിതിറക്കി ഒരു ചേഞ്ച് ഒന്നും കാണിക്കുന്നത് പറ്റില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് പാർട്സ് നിങ്ങളിൽ റെഡി ആയിട്ട് അവൈലബിൾ ആയിരിക്കില്ല ഒരിക്കലും. ആ ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ക്യാൻ മാറ്റി വെച്ചത് കൊണ്ട് തന്നെ എൻ്റെ എൻ്റെ സ്റ്റോക്ക് പാർട്ടില്ല. അതെനിക്ക് അങ്ങനെ ആവശ്യമില്ല, അല്ലെങ്കിലും ഞാൻ ജസ്റ്റ് വീഡിയോ ഇടുന്നുണ്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞ് തന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെയിൻ്റെനൻസ് ചെയ്യുന്ന അതേ കോസ്റ്റിന് വണ്ടി നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ക്രാഷ് കാർഡ്, എൻ്റെ മറ്റേ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ 2 സൈഡിലും ഏകദേശം ബ്രേക്കായി നട്ടൊക്കെ ഒടിഞ്ഞ് അകത്തിരിക്കുകയായിരുന്നു. ഞാൻ എന്തായാലും പുതിയ ക്രാഷ് കാർഡ് വാങ്ങിക്കണം. അതിനെന്തായാലും എനിക്കൊരു 500 റുപ്പീസ് പ്ലസ് പിന്നെ ഒടിഞ്ഞെങ്കിൽ നട്ടൊക്കെ ഇളക്കാൻ പ്രൈസ് ആവും. നട്ട് ഞാൻ എന്തായാലും ഇളക്കിയേ പറ്റൂ. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യാൻ നേരത്ത് ഈ ഒരു സാധനം വാങ്ങിച്ചു വെച്ചു. അങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു ആൾട്രേഷൻ ഞാൻ ചെയ്തത്. പിന്നെ ഈ ഒരു എൻ്റെ ക്ലച്ച് ലിവർ നല്ല രീതിക്ക് പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും മാറണം. അപ്പോഴത്തേക്ക് ഞാൻ അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോക്ക് ഇത് RP 390 ആണ്. അപ്പോൾ ഇതിലൊരു 349 പ്രൈസ് ഉണ്ട്. ഇതിൻ്റെ വാങ്ങിച്ചാൽ എനിക്കൊരു 150 രൂപയാവും. അപ്പോൾ ആ ഒരു പ്രൈസ് തന്നെ ഞാനും ഇതും മാറിയിട്ട് ഉണ്ട്. പിന്നെ ഈ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി അതെനിക്ക് എല്ലാം സെക്കൻഡൊക്കെ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ സെക്കൻഡ് വാങ്ങിച്ചത് എത്ര 100 സംതിങ് ആയി. പിന്നെ ഈ ഒരു സൈഡിൽ ഒരു സെൻസർ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ട് ലേബർ കുറയ്ക്കാൻ വേണ്ടി ചെയ്ത കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഈ എൻജിൻ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് ഓയിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറാൻ എന്തായാലും ഈ മാൻറ്റി കേസ് അയക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഫണ്ട് സെറ്റ് ചെയ്ത് ആ മാൻറ്റി കേസ് അയച്ച സമയത്താണ് എൻ്റെ സെൻസർ സെറ്റ് ചെയ്തത്. എന്നിട്ട് ഇതിലോട്ട് കൊടുത്ത് ഞാൻ ഈ സാധനം സെറ്റ് ചെയ്യുകയാണുണ്ടായിരുന്നത്. പിന്നെ ഈ കാർബൺ റാപ്പ് ഞാൻ ചെയ്തത് ഈ സൈഡ് പാനൽ നിങ്ങൾ മിക്കുള്ള വണ്ടിയും കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, കുറച്ച് ഡള്ളായിരിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ മാറണമായിരുന്നു. അപ്പോൾ മാറുന്നൊരു കോസ്റ്റിനും ഞാൻ ഇത് കാർബൺ റാപ്പ് ചെയ്ത് ഇറക്കിയതാണ്. ഈ ഒരു വൈസർ സെറ്റ് ചെയ്ത കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ഈ ഒരു വൈസർ എൻ്റെ പഴയത് ഏകദേശം ഹാഫ് അടിപ്പിച്ച് ക്രാക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പുതിയത് വാങ്ങിക്കണമെന്നു. അപ്പോൾ ആ ഒരു പുതിയ വാങ്ങിച്ചതിനെക്കാട്ടി ലുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ക്രാക്കായിരുന്ന ഭാഗം വരെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു ആവശ്യമാക്കിയ വൈസർ ഞാൻ സെറ്റ് ചെയ്യണത്. അങ്ങനെ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് വണ്ടിയുടെ ലുക്ക് നിങ്ങൾക്ക് നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. പിന്നെന്തുണ്ട്, ഫ്രണ്ട് എൻ്റെ ബാക്കിൽ ഡിസ്കിൽ ഞാൻ ഒരു സെൻസർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു സെൻസറിന് ഒരു 80 രൂപ അടുപ്പിച്ച പ്രൈസ് ഉള്ളൂ. പക്ഷേ ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ വണ്ടി അയച്ചിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ലേബറാവും. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്ക് പ്ലേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെൻസറോടെ വാങ്ങിച്ച് കൊടുത്ത് ആ ഒരു സെയിം ലേബറിൽ തന്നെ എനിക്കിത് ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള പരിപാടികളൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ലാഭം വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഈ ഒരു ടാങ്കൊക്കെ ഇപ്പോൾ എയർ ഫിൽറ്ററൊക്കെ മാറാൻ വേണ്ടി ഫുൾ അയക്കുന്ന സമയത്താണെങ്കിലും പറ്റുമെങ്കിൽ നമ്മളെ കേബിളുണ്ടെങ്കിൽ ക്ലച്ച് കേബിളോ ആക്സിലേറ്റർ കേബിളൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിയിരിക്കണം. കാരണം നമുക്ക് ഈ ഒരു ഫെയറിങ്ങൊക്കെ അയക്കാൻ വേണ്ടി കുറച്ച് എക്സ്പെൻസ് ആവും.
പിന്നെ വണ്ടിയിൽ അവെഞ്ചറിനുണ്ട്, ഫോർക്ക് ബോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യം ഞാൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിന് ഒരെണ്ണത്തിന് 100 രൂപ അടുപ്പിച്ച് പ്രൈസും, 2 ചേർത്ത് 200 പ്രൈസ് ആവും. പക്ഷേ ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റമ്പും കാലൊക്കെ മൊത്തം അയച്ചിട്ട് സെറ്റ് ചെയ്യണം, എങ്കിലേ പക്കാർ സെറ്റ് ചെയ്തുള്ളൂ. ചിലവന്മാർ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വെച്ച് ഒട്ടിച്ചൊക്കെ എടുക്കും. അത് എനിക്ക് അത്ര താല്പര്യമായിരുന്നു, ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് ഒരു കോസ്റ്റ് വരും. ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റമ്പ് ഓയിൽ ചേഞ്ച് ചെയ്യാൻ നേരത്തെ ഇത് എന്തായാലും വെച്ച് താഴെ ഇറക്കണം. ആ സമയത്ത് ഇതുകൂടെ വാങ്ങിച്ച് കൊടുത്ത് ഞാൻ സെറ്റ് ചെയ്യുകയാണുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വലിയ കോസ്റ്റ് ആയില്ല, കാരണം ലേബർ ഒട്ടുമായില്ലെന്ന് തന്നെ പറയാം. ഈ സാധനത്തിൻ്റെ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അതെനിക്ക് എന്തായാലും അഴിക്കേണ്ട ഒരാവശ്യവും അവിടെ ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ബ്രേഡഡ് ബ്രേക്ക് കേബിളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ബ്രേക്ക് ബ്ലീഡ് ചെയ്ത് പുതിയ ഫ്ലൂയിഡ് മാറുന്ന സമയത്താണ് ഇത് മാറിയത്. അപ്പോൾ എനിക്ക് സെപ്പറേറ്റ് പ്രത്യേകിച്ച് ഒരു കോസ്റ്റ് ആയില്ലെന്ന് തന്നെ പറയാം. ആ ഒരു ബ്രേക്ക് ബ്ലീഡ് ചെയ്യുന്ന ക്യാഷ് മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു, സീറ്റ്, ഇത് ഹഗ്ഗർ, ടെയിൽ ടേഡി, പിന്നെ ഇൻഡിക്കേറ്റർ എൻ്റെ ഒരു ഇൻഡിക്കേറ്റർ NSൻ്റെ ഡാമേജ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരെണ്ണം ഞാൻ പുതിയത് വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് ഒന്നിൻ്റെ പൈസ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് KTMൻ്റെ, പക്ഷേ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷേ മറ്റത് വാങ്ങിച്ച് വെച്ചിട്ട് പിന്നെ ഇത് മാറുന്നെങ്കിൽ കുറച്ചുകൂടെ കോസ്റ്റ് എനിക്കാവും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇത് 2 ഒറിജിനൽ ഡൊമിനോൺ ഇൻഡിക്കേറ്റേഴ്സാണ്. ഒരെണ്ണത്തിന് തന്നെ 500 രൂപ അടുപ്പിച്ച് 2 പ്രൈസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തത്. പിന്നെ എന്തുണ്ട്, ഇവിടെയൊക്കെ എന്തോ ഉണ്ടായിരുന്നു കേസ്. മിറേഴ്സ്, എൻ്റെ ഈ മിറേഴ്സ് കംപ്ലൈൻറ്റ് ചെറിയ ലൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പിടിച്ച് വെച്ചാലും ആ ഒരു പൊസിഷൻ ഇരിക്കില്ലായിരുന്നു. എന്തായാലും എനിക്ക് ഈ ഹാൻഡിൽ മിറർ സെറ്റപ്പ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ മിറർ മാറുന്ന സമയത്ത് ഞാൻ വേറൊരു മിറേഴ്സ് വാങ്ങിച്ചിട്ട് എൻ്റെ കിറ്റിൽ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ എനിക്ക് കോസ്റ്റ് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചിലവ് കുറഞ്ഞ് ഏകദേശം മെയിൻ്റെനൻസിൻ്റെ അതേ കോസ്റ്റ് തന്നെ നിങ്ങൾക്ക് വണ്ടി പണിത് ഇറക്കാൻ പറ്റും. പിന്നെ ഇതിൽ ചെറിയ ഡീമൻസ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വണ്ടിയുടെ സ്റ്റോക്ക് പാർട്സ് ഒന്നും നിങ്ങളിൽ റെഡിയായിട്ട് അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ഈ ഒരു പ്രോസസ്സ് നല്ല രീതിക്ക് സ്ലോ ആണ്. പതുക്കെ മാത്രമേ നിങ്ങൾക്ക് വണ്ടി ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റൂ. ഈ ഒരു വണ്ടി ഞാൻ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ എനിക്ക് അറൗണ്ട് 1 ഇയർ അടുപ്പിച്ചായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട് ചിന്തിക്കാനും, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ പെട്ടെന്ന് ചിലവരൊക്കെ വണ്ടി ഒറ്റ ദിവസം കയറ്റുന്നു, കുറേ പൈസയൊക്കെ ഇറക്കി പെയിൻ്റൊക്കെ അടിച്ച് ഫുള്ള് പണിതിറക്കുന്നു. ആ ഒരു ഗുമ്മൊന്നും കിട്ടില്ല, കാരണം പതുക്കെ ചെയ്തു വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ പോലും ചാൻസ് ഇല്ല. വണ്ടി സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവാനൊന്നും ചാൻസ് ഇല്ല, കാരണം കുറച്ചാണ് ചെയ്തു വരുന്നത്. ഇതെല്ലാം കൂടെ ഒരു ദിവസം ഒത്ത് കയറ്റി വെക്കുകയാണെങ്കിൽ ആ ഒരു വ്യത്യാസം നല്ലവർക്ക് മനസ്സിലാവും. വല്ലവരും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വണ്ടി നമ്മളുടെ രീതിയിൽ പണിതുകൊണ്ട് വന്ന് പറഞ്ഞാൽ മതി. ഇത്ര എങ്ങനെയാണ് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ കൂടെയും കമൻസിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ വീഡിയോ കണ്ടിട്ട് അതെനക്ക് പോകരുത്, പറ്റുമെങ്കിൽ ലൈക്ക് കൂടെ അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരേ, ബൈ ബൈ.